പിന്നെ ഇതൊക്കെയാണ് പണ്ടത്തെ കസേരകൾ. അല്ലേ, നല്ല ഇപ്പോഴും സ്ട്രോങ് ആയിട്ടുണ്ട്. ഹേ ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ അങ്ങനെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെ വീട് ഷിഫ്റ്റ് ചെയ്ത്, വീട്ടിലെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്ത്. പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു ലൊക്കേഷൻ എന്ന് വെച്ചാൽ, ലൊക്കേഷൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറയാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വീട്, നമ്മുടെ പുതിയ കൊട്ടാരം. എല്ലാവർക്കും ഓക്കെ അല്ലേ? ചിന്നിന് ഓക്കെ അല്ലേ? ചിന്നിന് കുറച്ച് അധികം ക്ലീൻ ചെയ്യുന്ന വേണം, അന്നത്തെ നമ്മളെ വീട് പോലെ. പിന്നെ അപ്പോൾ ഈ വീടെന്ന് പറയുന്നത്, ഇപ്പം ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞാൽ വാടകയ്ക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വാടകയ്ക്കായിട്ടല്ല. അപ്പം എൻ്റെ വീട്ടിലെ എൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാര്യമ്പോൾ തന്നെ ഫ്രണ്ട്സൊക്കെ ഡയറക്റ്റ് അറിയുന്നുണ്ട്. ഫ്രണ്ട്സൊക്കെയാണ് എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സ് ആർമിയിലാണ്. അപ്പോൾ അവർ രണ്ടുപേരും ആർമിയിലൊക്കെ, അവർ പിന്നെ ഇതുപോലെ ഈ വീട്ടിൽ നിന്നൊക്കെ വലിയ വീട്ടിലോട്ടൊക്കെ പോയതാണ്. അപ്പോൾ അങ്ങനെ മാറിയ സമയത്ത് രണ്ട് വീടും വെറുതെ കിടക്കും. ഒരു വീട് ഇച്ചിരി മാറിയിട്ട്, അപ്പോൾ അതുകൊണ്ട് അതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ ഇതായതുകൊണ്ട് അവർ എപ്പോഴും പറയും, എടാ നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ വന്നു നിന്നോ, കാശൊന്നും തരണ്ട, അങ്ങനെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ പോയി നിൽക്കൂല, നമുക്ക് അങ്ങനെ യൂസ് ചെയ്യണ്ടല്ലോ. എങ്കിലും ഞാൻ ഇപ്പോഴും വിചാരിച്ചു പിന്നെ ലാസ്റ്റ് വേറൊരു വീട് നോക്കിയാണ്. അങ്ങനെ അവസാനം ഈ ഒരു വീടിനാണ് നമുക്ക് തൽക്കാലത്തേക്ക് വിധിച്ചിരിക്കുന്നത്. അങ്ങനെ ഇങ്ങോട്ട് വന്നു. നമ്മൾ ഒരു കുറച്ച് ദിവസമായി എടുത്തിട്ട്. അപ്പം വാടക ഇല്ലെന്നൊരു ഞാൻ എന്തായാലും വാടക കൊടുക്കാം. നമ്മൾ ഫ്രണ്ട്ഷിപ്പ് വേറെ അവർ എന്തെങ്കിലും അവൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് തോന്നുന്നത് കൊടുക്കണം. എത്ര ദിവസത്തേക്ക് എത്ര മാസത്തേക്ക് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്തായാലും അവിടുത്തെ കാര്യം നമുക്ക് ബെറ്റർ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എപ്പോഴും ഒരു സമാധാനമായിട്ടിരിക്കുക, അതാണ് വലുത്. അപ്പോൾ അങ്ങനെ വന്നു. ഇവിടെ ഫസ്റ്റെല്ലാം ക്ലീൻ ചെയ്തൊക്കെ കിട്ടും. അപ്പോൾ അതിന് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ട്. അപ്പം അത് നമ്മളിപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അവൻ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്ത് അത് ചെയ്യും. അവരിപ്പം വാടകയ്ക്കൊന്നും അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്നതല്ല, അവരുടെ വീടായതുകൊണ്ട് വാടകയ്ക്കൊന്നും കൊടുക്കാൻ പ്ലാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ഒരു ഇതായതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്കറിയില്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വലിയ വീട്ടിലൊക്കെയാണ് നിന്നത്. ഇപ്പോഴും പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ബഡ്ജറ്റൊന്നും ഇല്ലാതുകൊണ്ട് ഇത് മതി എന്നുള്ളൊരിതാണ്. ഒരുപാട് വലിയ ബന്ധങ്ങളിലേക്കൊന്നും പോകാതിരിക്കുന്നതാണല്ലോ. വലിയ വീട് ചെറിയ വീട്ടിലൊന്നും അല്ല കാര്യം. നമ്മൾ ഇവിടെയാണോ നിൽക്കുന്നത് അവിടെ നമുക്ക് സന്തോഷമുണ്ടോ സമാധാനമുണ്ടോ, അതിലാണ് കാര്യം. അപ്പോൾ അങ്ങനെ ഇതെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ രാവിലെയൊക്കെ കൊണ്ടുവന്നു. പിന്നെ ചിന്നു എന്താ പറഞ്ഞു? ചിന്നൊന്നും പറഞ്ഞില്ല. ഒന്നുമില്ല, ഞാൻ ഇതുവരെ കണ്ടില്ല വീട് വൃത്തിയാക്കിയതിന് ശേഷം. ഞാൻ ഒറ്റ തവണയെ കണ്ടിട്ടുള്ളൂ, പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. കുഴപ്പമില്ല, നമ്മുടെ സാഹചര്യം അങ്ങനെ ആയിട്ട്. അപ്പോൾ ചിന്നു ആണെങ്കിൽ കുറച്ച് പർച്ചേസ് എന്തുകൊണ്ട് അവർക്ക് മെറ്റീരിയൽ എന്തൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ വാവൂസ് ആണെങ്കിൽ തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ ആക്കി അത് സെറ്റുമ്പോൾ അവിടെ തൊട്ടടുത്തൊരു ചേച്ചിയുടെ അടുത്ത് ആക്കിയിട്ടുണ്ട്. ഞാനതിൽ പോകുമ്പോൾ അവളെ എടുക്കാൻ ചിന്നു വാവൂസും കൂടെ പോവാൻ. എനിക്ക് പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നമുക്ക് ആർക്കും ഭയങ്കര വിഷമമാണ്. എന്താ വെച്ചാൽ അവളെ മറ്റൊരു വീട്ടിലൊക്കെ ആക്കിയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അടുത്താണ്, ഞാനിപ്പോൾ പോവും. അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ പിന്നെ കുറേ പേര് എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ഒന്നും ഫൈനലായില്ല. എന്തായാലും അധികം വൈകൂല, എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ അറിയിക്കാം. അപ്പോൾ എന്തായാലും ശരി, നമ്മൾ അകത്തോട്ട് കയറണം. ആദ്യം നമ്മൾ രാവിലത്തെ ക്ലീനിങ് ഒക്കെ നിങ്ങളൊന്ന് പോയി കണ്ടിട്ടോ, എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷം. ഓക്കെ. അപ്പോൾ നമ്മൾ കുറേയൊക്കെ ക്ലീൻ ചെയ്തിട്ടതാണ് സാധനങ്ങൾ. കുറേയൊക്കെ ഇങ്ങനെ എത്തിച്ചു. ഇതൊക്കെ മെഷീനൊക്കെ അവളുടെ ഇത് നന്ദുവിൻ്റെ പെങ്ങടെയാണ് കേട്ടോ. അപ്പോൾ നന്ദുവിൻ്റെ പെങ്ങളും നമ്മളെ ഒരു പെങ്ങളെ തന്നെ. അപ്പോൾ അവൾ പിന്നെ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല, അത് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഒരു കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇട്ടിരുന്നതല്ല, പിന്നെ എനിക്കായതുകൊണ്ട് ഇപ്പോൾ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. നമ്മളിവിടെയാണ് നമ്മൾ അൻഷാദിന് പ്ലാൻ ചെയ്യുന്നത്. അപ്പം നല്ല പഴക്കമുള്ള വീടാണ്. മണി എന്താ, ഈ വീടിന് എത്ര പഴക്കം ഉണ്ടാവും? ഈ വീടിന് എത്ര പഴക്കം ഉണ്ടാവും? പഴക്കം എന്നാലും ഒരു 30 വർഷത്തിന് കൂടുതൽ വരും. അതുകൊണ്ടാണ് ഇതൊക്കെ. അന്ന് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ആ ഒരു സിറ്റുവേഷൻ. ഇപ്പോഴാണ് അവൻ വീടൊക്കെ വെച്ചൊരു അടിപൊളി വീടൊക്കെ വെച്ചിട്ടൊക്കെ മാറി. അപ്പോൾ ഇപ്പോൾ കാശ്മീരാണുള്ളത്. അപ്പോൾ ഇതൊക്കെ അവരെല്ലാം മാറി. ഇതൊക്കെ നമ്മളെല്ലാം കൂടെ അവരുടെ സാധനങ്ങളെല്ലാം കൂടെ ഒരു റൂമിൽ ഒതുക്കി വയ്ക്കാന്നുള്ള പ്ലാനിലാണ്. പിന്നെ ഇതാണ് അവരുടെ ഹാള്. ജനലൊക്കെ കണ്ട ഇച്ചിരി മോശമാണ്, കുഴപ്പമില്ല, നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഇത് മതി. പഴയ വീടാണ്. ഇതാണ് നമ്മുടെ കൊട്ടാരം തൽക്കാലത്തേക്കുള്ളത്. പിന്നെ അവർ ഇവിടെ നിന്നിട്ട് പിന്നെ ഇത്രയും 30 വർഷമൊക്കെ ഇവിടെ അടിപൊളിയായി ഇരുന്നിട്ട് അവൻ പുതിയ വീടൊക്കെ വെച്ച് മാറിയത്. അതുവരെയൊക്കെ അവർ സന്തോഷമായിട്ട് കഴിഞ്ഞ വീട് തന്നെ. പിന്നെ അതാ കിച്ചൺ കുഴപ്പമില്ല, അത് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇപ്പോൾ. അപ്പം എന്താ കിച്ചനെ രണ്ടാമത് ചെയ്ത് എന്താണ്.
അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിതാ ജനലുകളൊക്കെ തൽക്കാലത്തേക്ക് റെഡിയാക്കണമെന്നുണ്ട്. നമുക്ക് ശരിയല്ല, ഇത് കട്ടില്ല അവൻ പിന്നെ യൂസ് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ യൂസ് ചെയ്യണം പറയും. നമുക്ക് പിന്നെ കട്ടിലുണ്ട് വരണം വേണമെങ്കിൽ അപ്പുറത്തെടുത്ത് എന്തെങ്കിലും ചെയ്യണം. പിന്നെ ഇതൊക്കെയാണ് പണ്ടത്തെ കസേരകൾ. പിന്നെ നല്ല ഇപ്പോഴും സ്ട്രോങ് ആയിട്ടുണ്ട്. ഇതൊക്കെ തൽക്കാലം അവരുടെ സാധനങ്ങളൊന്നും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. വേറെ ഒന്നുമല്ല, നമ്മൾ അവർ ഒതുക്കി ഇട്ടിരിക്കുന്നില്ല, നമ്മളിപ്പോൾ ഒതുക്കിയെല്ലാം അവിടെ ഒരു സ്ഥലത്തൊന്ന് കയറ്റി. ഇതൊക്കെ കുറച്ച് ഡേഞ്ചറാണ്, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മൾ ഒരു 1 വീക്ക് ടൈം ഉണ്ട്, അതിനകത്ത് വെച്ച് നമ്മൾ മൊത്തത്തിൽ മാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതത്രയും അവിടുത്തെ തൽക്കാലത്തേക്കായി. ഒരു റൂമിലേക്ക് ഉള്ളത് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പിന്നെ ആൾ കൂടുതൽ വേണ്ട, അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ വിളിക്കാത്ത. പിന്നെ ഇവർക്കുള്ള ആരെങ്കിലും സ്റ്റാഫ് ആരെങ്കിലും ഉള്ള റൂം, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്കുള്ള റൂം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യണം. പിന്നെ ഇവിടെ പഴയ വീടായതുകൊണ്ട് കറണ്ടൊക്കെ കുറച്ച് സീനുണ്ട്, അത് നല്ലതായിട്ട് വന്നൊക്കെ ശരിയാക്കും. പിന്നെ ഈ റൂമിലെ സാധനങ്ങൾ മാറ്റി ഇതൊന്ന് സെറ്റ് ചെയ്യണം. ക്ലീനിങ് ഏകദേശം കഴിയാറായി. ഇവിടെ പിന്നെ വേറെ സാധനം ഒരു കട്ടില് മാത്രമേ ഉള്ളൂ, വേറെ ഫർണിച്ചർ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എന്താ പറയുക, അവര് ഇപ്പൊ കട്ടിലൊക്കെ അവ അവിടെ പുതിയ ഫർണിച്ചറൊക്കെ ചെയ്തത്. പിന്നെ ഇവിടെ എല്ലാ സാധനങ്ങളും 1-2 കസേര എന്തൊക്കെ ഉണ്ട്, പിന്നെ ബാക്കി നമ്മൾ കൊണ്ടുപോകും. നമുക്ക് പിന്നെ ആ സാധനങ്ങളൊന്നും ഇല്ല. നമ്മൾ കുറെ പൈസയൊക്കെ ആ വഴിക്കും പോയി. എല്ലാത്തും എല്ലാം ഫിക്സിങ് സാധനമായി പോയി, എടുത്തോണ്ട് വരാൻ പറ്റാത്ത സാധനങ്ങളായിരുന്നു. ആ കാര്യം നമുക്ക് വേണ്ട, കുഴപ്പമില്ല. നമുക്കൊരാവശ്യം വരുമ്പോ നമ്മൾ വാങ്ങിച്ചാലല്ലേ ഉള്ളൂ. കുഴപ്പമില്ല, തറയൊക്കെ ഫുഡ് കഴിക്കണമെങ്കിൽ തറയിരുന്ന് കഴിക്കും, ഇരിക്കണമെങ്കിൽ വല്ല ബെഞ്ചോ വല്ല ഇട്ട് ഇരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോവാം. ഏതൊക്കെ നടക്കുന്നു. അപ്പൊ ശരി, ഇപ്പൊ ക്ലീനിങ് കുറച്ചുകൂടെ ഉള്ളൂ, അത് കഴിയുക. അത് കഴിഞ്ഞിട്ട് പോയി ചിന്ന വിളിച്ചുകൊണ്ടൊന്ന് ബാക്കിയൊക്കെ കാണിച്ച് ഇറങ്ങിയിട്ടൊരു 2 ദിവസത്തിൽ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ പറ്റുമെങ്കിൽ വാങ്ങണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും. അപ്പോൾ നമുക്ക് പോകാം. നിങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് മെയിൻ റോഡ് കയറിയിട്ട് കുറച്ച് ചപ്പാത്തുറ ഈ ഒരു പാലമൊക്കെ ഉണ്ട്. ഇത് നമ്മളങ്ങനെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇതിൻ്റെ ആ ഒരു ഭാഗത്തൂടെ പോകുന്നത് അണുമുഖ ക്ഷേത്രമാണ്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരു ആറുണ്ടല്ലോ, അതൊക്കെയാണ് റോഡ്. ഇവിടെ ഈ റോഡിൽ ബസ്സൊക്കെ ഉള്ളതാണ്, പക്ഷേ എപ്പോഴും ബസ്സിലൊന്നും ഉള്ളൂ. പിന്നെ റോഡ് ഇതുവരെ ഉള്ളൂ. നമുക്ക് പിന്നെ ഇപ്പം വണ്ടിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. ബൈക്കാണ്, ബൈക്ക് എവിടെയെങ്കിലും ജസ്റ്റ് പറ്റുമെന്നാണ് സ്റ്റെപ്പ് നോക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നല്ല രസമാണ്. ഈ ഒക്കെ നമുക്ക് നിൽക്കണം. ഇതാണ് ലൊക്കേഷൻ വരുന്നത്. ചപ്പാത്ത് നമ്മുടെ സ്ഥലം തന്നെ ചപ്പാത്ത്. നമ്മളിവിടെ മാറ്റി ഇങ്ങോട്ടൊക്കെ ബൈക്കൊന്നും പോകില്ല, ചെറിയ വഴിയാണ്. അല്ല അവിടെ വച്ചിട്ട് വീട് 3-4 വീട് അടുത്തുണ്ട്. അത് നമ്മുടെ അവൻ്റെ നന്ദുവിൻ്റെ റിലേറ്റീവ്സാണ്. പിന്നെ നമ്മുടെ പരിചയക്കാരൊക്കെ ഉണ്ട്. വഴിയൊക്കെ മോശമാണ്. എന്നല്ലേ ഇതാണ് വീട്. വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വഴിയാണല്ലേ ഉള്ളൂ, വേറെ ബൈക്ക് വഴിയിലൊന്നും റൂമിലോട്ട് കാണിക്കുന്നത് അവരുടെ കുറച്ച് പഴയ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അവിടെ തന്നെ അതാകുമ്പോൾ അവർക്ക് വേറെ ഡിസ്റ്റർബ് ഇല്ലാത്ത രീതിയിൽ ചെയ്യാം. ഇതാണ് കിച്ചണൊക്കെ കുറച്ച് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ പുറത്തോട്ട് വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സ്പേസ് ഇല്ല, ചെറിയ ഏരിയ ആണ് ഉള്ളത്. മേളിലോട്ട് റബ്ബർ കാട് അങ്ങനെയൊക്കെയാണ്. പിന്നെ സൈഡിലൊക്കെ വീടുകളുണ്ട്. അപ്പോൾ എന്താ പറയുക, പിന്നെ ബാത്റൂം പുറത്താണ്, ബാത്റൂമൊക്കെ കുറച്ച് റെഡിയാക്കാറുണ്ട്. അപ്പം അവനാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നതിനെ പറഞ്ഞ തൽക്കാലത്തേക്ക് നിൽക്കുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, പിന്നെ ഞാൻ കുറച്ച് സൗകര്യങ്ങൾ ഇവിടെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ പറഞ്ഞാൽ ഇങ്ങനെയാണ്, അത് ജനലിൻ്റെ പ്രശ്നം പ്രശ്നം. ഞാൻ പറയും കുഴപ്പമില്ല, എന്തായാലും ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അവൻ വിളിച്ചെങ്കിലും അവന് പിന്നെ എന്തോ നമ്മൾ ഇച്ചിരി സൗകര്യം കുറവായതുകൊണ്ട് നിർത്താനുള്ള ഒരു ഇത്. ഞാൻ പറഞ്ഞു അതൊന്നും കാര്യമൊന്നുമില്ല, നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഇതിനേക്കാളും ദയനീയാവസ്ഥയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നിട്ടുണ്ട്.
കടവരാന്തേ കിടന്നിട്ടുണ്ട്, അതിലും വലുതൊന്നുമല്ല. പിന്നെ ഇന്നും കിടന്നിട്ടില്ല, കുറച്ച് നമ്മൾ പിന്നെ പണ്ടത്തെ പോലല്ലോ. പണ്ട് നമുക്ക് നിന്നത്തിൽ ഇറങ്ങിപ്പോയി എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കാം. ഇപ്പൊ പിന്നെ നമുക്ക് അതുപോലെ പോയി കിടക്കാൻ പറ്റില്ല, പട്ടിണി പോലെ കിടക്കാം. ഇപ്പോൾ അതുപോലെ പറ്റില്ല നമുക്ക്, കാരണം നമ്മൾ മാത്രമല്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യം. എന്താ പറയുക, എല്ലാം ഓരോ സമയത്തുള്ള ജീവിത സാഹചര്യമാണ്. എന്താ പറയുക, നമുക്കും മറ്റ് വീടുകളിൽ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ അവരുടെ മക്കളോടുള്ള ഒരു ബിഹേവിയർ പോലെ ആയിരിക്കില്ലല്ലോ എല്ലാവരും. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഓരോ വീടുകളിലും ഓരോ ഇതാണ്. അതുപോലെ ആയിരിക്കും തിരിച്ചും മക്കൾ അല്ലെങ്കിൽ മരുമക്കൾ തിരിച്ചുള്ള ബിഹേവിയർ അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെയാണ് ആഫ്റ്റർ മാരേജ് ഉള്ളത്. പക്ഷേ എന്നെ അപേക്ഷിച്ചിട്ടൊക്കെ ബിഫോർ മാരേജും ഉള്ളത് കൊണ്ട് എനിക്കൊന്നും ഇതൊന്നും ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ല. പക്ഷേ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം അതൊക്കെ അനുഭവിച്ചാൽ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. നമ്മളപ്പം ഇങ്ങോട്ട് ഫുള്ളായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭവം കൂടെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നോക്കണം, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മൊത്തത്തിൽ ഒതുക്കണം. എന്നിട്ട് ബാക്കി സംഭവത്തിലോട്ട് പോകും. അപ്പോൾ എന്തായാലും എന്താ പറയുക, നമ്മൾ നമ്മുടെ വഴി ആയിട്ട് പോവുക. പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. പ്രത്യേകിച്ച് നമ്മുടെ പേഴ്സണലി ഫാമിലി ഇതായിട്ടുള്ള കാര്യം. ഒന്ന്, നമുക്ക് എല്ലാവരും വേണമെന്നുണ്ടെങ്കിൽ മറ്റവൻ വേണം, വിട്ടില്ലെങ്കിൽ ആരൊക്കെ ഉണ്ടാവും ആരൊക്കെ ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. അതൊക്കെ ദൈവമായിട്ട് ഉണ്ടായി തന്ന കുറേ സാഹചര്യങ്ങളാണ്. അതിലൂടെ പലരെയും മനസ്സിലാക്കി. അതിപ്പം ഫാമിലീസ് ആണെങ്കിലും വീട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും ആരൊക്കെ ഉണ്ടാവും ആരൊക്കെ ഉണ്ടാവില്ല, ആരുടെയൊക്കെ ബിഹേവ് എങ്ങനെയായിരിക്കും എന്നൊക്കെ മനസ്സിലായി. എല്ലാം മണിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാവരും ഉള്ളത്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാവും, ഇല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ശരി. അപ്പോൾ എന്തായാലും വ്ളോഗുകളൊക്കെ എന്തായാലും അടിപൊളിയായിട്ട് വരും. ഓണമൊക്കെയാണ്, ഓണം വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ ഓണത്തിനും കണ്ട വാടക വീട്ടിലൊക്കെ ആയിരുന്നു. ഇപ്പോഴും പ്രാവശ്യം വലിയ മാറ്റമൊന്നുമില്ല. ഇതിനൊക്കെ പലരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും ശരി, കൂടുതൽ അടിപൊളി വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.